2040 കേരളം എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത്തരമൊരാശയത്തെ മുൻനിർത്തി മലയാളത്തിൽ പിറവിയെടുത്ത അതിമനോഹരമായ സയൻസ് ഫിക്ഷൻ മൂവിയാണ് ഗഗനചാരി. വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, സ്പേസ് സ്റ്റേഷനിലിരുന്ന് ഇഡലിയെക്കുറിച്ചും സാമ്പാറിനെ കുറിച്ചും സംസാരിക്കുന്നവർ, നിരത്തിലോടുന്ന വിന്റേജ് ഇലക്ട്രിക് കാറുകൾ, മനുഷ്യർക്ക് സംരക്ഷണം ഒരുക്കുന്ന അജയ സേനക്കാർ, അങ്ങനെ ആദ്യ കാഴ്ചയിൽ തന്നെ നമ്മുടെ തലച്ചോറിലേക്ക് ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളും തള്ളിവിടുന്നുണ്ട് ഈ സിനിമ. രാഘവ് ജി, ലൈറ്റ്സ് പ്ലീസ്. ഓ, ഇവിടെ പിന്നെ രാഘവൻ മലയാളിയല്ലേ? പഴയ പട്ടാളക്കാരനും നാഷണൽ ഹീറോയുമായ വിക്ടറിനെ ഇന്റർവ്യൂ ചെയ്യാൻ വരുന്ന ലേലോ ടിവിയിലൂടെയാണ് സിനിമ ആരംഭിക്കുന്നത്. നിങ്ങൾ എല്ലാവരും നല്ല ഹൈലി സാനിറ്റൈസ്ഡ് ആണല്ലോ അല്ലേ? വിക്ടർ സാർ വൃത്തിയുടെ കാര്യത്തിൽ അറിഞ്ഞൂടാ. ഗവൺമെന്റ് AI നിരോധിച്ച കാലം. പക്ഷേ പഴയ നാഷണൽ ഹീറോ ആയതുകൊണ്ട് ആ ആനുകൂല്യം ഉപയോഗിച്ച് AI രാഘവനെ ഉപയോഗിക്കാൻ വിക്ടറിന് കഴിയും. ഈ സിനിമയിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ് വിക്ടർ. 2025 ഉണ്ടാകുന്ന പെട്രോൾ സ്മഗ്ലിങ്ങിനെ തുടർന്ന് ഗവൺമെന്റ് പെട്രോൾ വാഹനങ്ങൾ നിരോധിക്കുന്നതിനെ കുറിച്ചൊക്കെ വിക്ടർ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വലിയൊരു കൗതുകം പിറവിയെടുക്കും. നമ്മുടെ സ്വകാര്യ യാത്രകളൊക്കെ തുടങ്ങി. ഏത് സർക്കാരെല്ലാം നിരീക്ഷിക്കാൻ തുടങ്ങി. ശാസ്ത്രം എത്ര തന്നെ മുന്നോട്ട് പോയാലും വിശ്വാസങ്ങളെ നമ്മൾ മുറുകെ പിടിക്കണമെന്ന് വിക്ടർ പറയുന്നത് കേൾക്കുമ്പോൾ ആക്ഷേപഹാസ്യത്തിന്റെ ഒരു പുതിയ തലം സംവിധായകൻ നമ്മുടെ മുന്നിലേക്ക് നീട്ടിത്തരുന്നുണ്ട്. വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ടല്ലേ നമ്മൾ ശാസ്ത്രത്തെ അവലംബിക്കേണ്ടത്? മികച്ചൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു സർ. ഏലിയൻ ഹണ്ടർ വിക്ടർ കണ്ട 16 അടി ഉയരമുള്ള ആദ്യത്തെ ഏലിയൻ, അതാണ് ഈ സിനിമയുടെ ആധാരം. നമ്മൾ ഇന്ന് കോമണായി ആഘോഷിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചും ഭാവിയിൽ ചെന്ന് വിക്ടർ നടത്തുന്ന ചില പ്രയോഗങ്ങൾ കാണുമ്പോൾ നമുക്ക് ഒരു പുത്തൻ അനുഭവം തന്നെ ഈ സിനിമയിലൂടെ ലഭിക്കും. എലിഫന്റ് ഒരു ഡൊമസ്റ്റിക് ആനിമൽ ആയിരുന്ന കാലത്ത് അതിനെ അണിയിച്ചിരുന്ന ഒരു അലങ്കാര വസ്തുവാണ് നോൺ ആസ് നെറ്റിപ്പക്ഷ്. പച്ച പുതച്ച പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് കേരളത്തിൽ കിടന്ന് ചാകാതെ എത്രയും പെട്ടെന്ന് ചന്ദ്രനിൽ എത്തണമെന്നുള്ളതാണ് വിക്ടറിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അലൻ ജോസും വൈഭവും വിക്ടറിന് പറ്റിയ കൂട്ടാളികളാണ്. ഒരു ഇൻഫ്ലുവൻസറായി ജീവിതം ആഘോഷത്തിന്റെ പരമോന്നതിയിൽ നിൽക്കുമ്പോഴാണ് ഗവൺമെന്റ് അപ്രതീക്ഷിതമായി ഇന്റർനെറ്റ് നിരോധിക്കുന്നത്. അതോടുകൂടി ജീവിതം തകർന്ന് തരിപ്പണമായ ആളാണ് വൈഭവ്. മഴ കനത്ത് ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന വൈഭവിന്റെയും അലന്റെയും ജീവിതത്തിലേക്ക് വിക്ടറിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭവാനി പൂച്ചയെ തിന്നുകൊണ്ടാണ് നമ്മുടെ ഏലിയാമ്മ കടന്നു വരുന്നത്. ബീഫ് നിരോധനം വന്നതിന് ശേഷം മാർക്കറ്റ് അടക്കി ഭരിക്കുന്നത് ബീഫാണ്. ഗവൺമെന്റ് പ്രത്യേകമായ രീതിയിൽ വികസിപ്പിച്ചെടുത്ത സങ്കര ഇനം മീറ്റാണ് ബീഫ്. പക്ഷേ നമ്മുടെ ഏലിയാമ്മ ക്യാറ്റ് ഫുഡ് മാത്രമേ കഴിക്കൂ. സ്പേസ് സ്റ്റേഷനിലേക്ക് പോകാൻ കാത്തുനിന്ന ഏലിയാമ്മയെ അവിടേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു പറ്റിച്ചാണ് വൈഭവ് വിക്ടറിന്റെ ബങ്കറിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. നാണം കൊണ്ടുകൂടാ കൊച്ചാണ് ഈ വീട്ടിലേക്ക് ഒരു അന്യഗ്രഹ ജീവിയെ കൊണ്ടുവരാൻ. അതാണ് ഇവിടുത്തെ പ്രശ്നം. വിക്ടർ പണ്ട് നേരിട്ട് ശീലിച്ച 16 അടിയുള്ള ഭീകരരൂപിയായ ഏലിയൻ അല്ല ഏലിയാമ്മ. വിക്ടറിന്റെ തന്നെ അനുമാനം അനുസരിച്ച് പാതാളത്തിൽ നിന്ന് വന്ന മനുഷ്യരൂപത്തോട് സാമ്യമുള്ള ഏലിയനാണ് ഏലിയാമ്മ. ഒരാഴ്ചത്തേക്കുള്ള ക്യാറ്റ് ഫുഡ് ഒറ്റയടിക്ക് തിന്നുന്നതും ചിരിക്കുമ്പോഴും കരയുമ്പോഴും ലൈറ്റ് മിന്നുന്നതും ഒഴിച്ചാൽ ഏലിയാമ്മ ശാന്ത സ്വഭാവിയാണ്. ഏലിയാമ്മയോട് കടുത്ത പ്രണയം തോന്നുന്നുണ്ട് അലന്. അവളെ വളയ്ക്കാൻ പല വഴികളും അവൻ പ്രയോഗിക്കുന്നുണ്ട്. ഒടുവിൽ അവളുടെ സ്പീച്ച് മിഷൻ ശരിയാക്കി അവളോട് സംസാരിക്കുന്നുണ്ട് അലൻ. അവളുടെ ശബ്ദം കേട്ട് ഞെട്ടിത്തരിക്കുന്നുണ്ട് അലൻ. കുറച്ച് ദിവസമായി നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു. ഏലിയന്റെ വരെ തേപ്പ്. ഒടുവിൽ അവളുടെ പ്രായം കൂടി അറിയുമ്പോൾ അവൻ ആകെ അന്താളിച്ചു പോകുന്നുണ്ട്. എനിക്ക് 250 വയസ്സുണ്ട്. പിന്നീട് അവൾ പറയുന്ന കാര്യങ്ങൾ മനുഷ്യന്റെ പ്രകൃതി ചൂഷണത്തെയും അവൻ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന അവന്റെ സ്വഭാവ സവിശേഷതയെയും കുറിച്ച് നല്ല രീതിയിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ എക്സിസ്റ്റൻസിനെ കുറിച്ച് തന്നെ വീണ്ടും ചിന്തിക്കാനും അവനവന്റെ പ്രവൃത്തികളെ അനലൈസ് ചെയ്യാനും ഏലിയാമ്മ പറയുന്ന കാര്യങ്ങൾ നമ്മളെ പ്രചോദിപ്പിക്കുന്നുണ്ട്. പരിസ്ഥിതി ചൂഷണം ഞങ്ങളെയും പ്രപഞ്ചത്തിന്റെ പുതിയ കോണുകളിലേക്ക് ജീവന്റെ തുടിപ്പ് നോക്കി യാത്ര ചെയ്യാൻ നിർബന്ധിതരാക്കി. ഏലിയാമ്മ നടത്തുന്ന ഗോളാന്തര യാത്രകൾ താരതമ്യേന ചെറുതായ മനുഷ്യകുലത്തിന്റെ അപക്വമായ പ്രവൃത്തികളെക്കുറിച്ചും പെരുമാറ്റങ്ങളെക്കുറിച്ചും അവൾക്ക് നല്ല ധാരണ നേടിക്കൊടുക്കുന്നുണ്ട്. ഒടുവിൽ അജയസേനയുടെ പൊയ്മുഖം അവർക്ക് തുറന്നു കാണിച്ച് വിക്ടറിനോടും വൈഭവിനോടും അവളുടെ പ്രിയപ്പെട്ട അലനോടും യാത്ര പറഞ്ഞ് അവൾ പേടകത്തിൽ കയറി യാത്രയാകുന്നു. പ്രകാശ വർഷങ്ങൾക്കിപ്പുറം ഇരുന്ന് അലൻ അവന്റെ പ്രിയപ്പെട്ടവൾക്ക് ഇപ്പോഴും മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കുന്നു. അവ നിന്നെ വിട്ടിട്ട് പോകുന്ന ലക്ഷണം ഒന്നും കാണുന്നില്ല കേട്ടോടി.
ഇന്നത്തെ മനുഷ്യന്റെ സങ്കുചിത ചിന്താഗതിയെയും അവന്റെ അഹങ്കാരത്തെയുമെല്ലാം വളരെ നിശിതമായി പരിഹസിക്കുന്നുണ്ട് ഈ സിനിമ. ഗണേഷ് കുമാറും ഗോകുൽ സുരേഷും അനാർക്കലിയും അജു വർഗീസും എല്ലാം താരതമ്യങ്ങളില്ലാത്ത പ്രകടനമാണ് ഈ സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. പുതുമയുള്ള ഒരു ജോണറിൽ അതിലും പുതുമയുള്ള ഒരു സിനിമാറ്റിക് മാസ്റ്റർ പീസ് എക്സ്പീരിയൻസ് ആണ് മലയാള സിനിമയ്ക്കും കാണുന്ന പ്രേക്ഷകനും ഗഗനചാരി സമ്മാനിക്കുന്നത്.